ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എല്ലാവർക്കും വലിയ താല്പര്യമില്ലാത്തൊരു വിഷയമായിരിക്കും. മരണം നമുക്ക് എപ്രകാരം ലാഭകരമാക്കാം. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നതാണ്. എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മരണം ഒന്നിൻ്റെയും അവസാനമല്ല. ഈ ലോക ജീവിതത്തിൽ ജഡത്തെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതിനേക്കാൾ നമ്മിലുള്ള ആത്മാവ് മറ്റൊരു ലോകത്തിൽ ജനിക്കുന്നു എന്നുള്ളതാണ് മരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് മരണത്തെ ഒരിക്കലും ഭയപ്പെടേണ്ടതല്ല. എന്നാൽ ഈ മരണത്തെ നമ്മളെല്ലാവരും വിലയിരുത്തുന്നത് ഒരു നഷ്ടമായിട്ടാണ്. അത് ഭവനത്തിന് നഷ്ടമാണ്, സമൂഹത്തിന് നഷ്ടമാണ്, ലോകത്തിനൊക്കെയും മരണം നഷ്ടമാണെന്ന് എല്ലാവരും വിലയിരുത്തുന്നു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയുടെ മരണം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലാഭമായി കരുതാനായിട്ട് നമുക്ക് സാധിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു വാചകം വളരെ മനോഹരമാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. നമുക്കറിയാം, മരണത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന അനേകം വാക്കുകളുണ്ട്. രാജാക്കന്മാർ മരിച്ചാൽ പണ്ടുകാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് നാട് നീങ്ങി എന്നാണ്. ഇന്നും രാജകുടുംബത്തിൽപ്പെട്ടവർ മരിക്കുമ്പോൾ നാട് നീങ്ങി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നതരായിരിക്കുന്നവർ അവരൊക്കെ മരിക്കുമ്പോൾ നിര്യാതരായി, അവർ അന്തരിച്ചു എന്നൊക്കെ പറയും. എന്നാൽ നമ്മുടെ ആത്മീയ പിതാക്കന്മാരൊക്കെ മരിക്കുമ്പോൾ കാലം ചെയ്തു എന്നാണ് പറയുന്നത്. മൃഗങ്ങൾ ഒരിക്കലും മരിച്ചു എന്ന് പറയാറില്ല, അവർ ചത്തു, മൃഗം ചത്തു എന്നാണ് പറയാനുള്ളത്. ആന മാത്രമാണ് ചരിഞ്ഞു എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യരൊക്കെയും ഭൂചരജാതികളൊക്കെയും കൂടെ മനുഷ്യരും ചത്തുപോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളിലാണ്. എന്താണ് സംഭവം? സകല മനുഷ്യരും പാപം ചെയ്തു, ദൈവം ലോകത്തെ ശിക്ഷിച്ചു. ജലപ്രളയം കൊണ്ട് സകല മനുഷ്യരും മരിച്ചു പോകുമ്പോൾ നോഹയും കുടുംബവും മാത്രം രക്ഷപ്രാപിക്കുന്നു. അതിനെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സകല മനുഷ്യരും ചത്തുപോയി എന്നാണ്. 49-ാം സങ്കീർത്തനത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്: മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനായാൽ അത് നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരത്രേ. അപ്പം മനുഷ്യൻ മാനത്തോടിരുന്നാൽ അവൻ ദൈവസ്വരൂപത്തിലുള്ളവനാണ്, ദൈവത്തിൻ്റെ പ്രത്യേക സൃഷ്ടിയാണ്, തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചതാണ്. എന്നാൽ അവൻ വിവേകഹീനനായാൽ, നമുക്കറിയാം, ആദാമും ഹവ്വായും പാപത്തിൽ അടിമപ്പെട്ടപ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതോടുകൂടി മരണം ലോകത്തിൽ വാണു. നിത്യമായി ജീവിക്കേണ്ടതിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ജീവന്റെ വൃക്ഷഫലം അനുഭവിപ്പാൻ ഭാഗ്യമില്ലാതെ അവർ ഏതിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അവർ മരണത്തിന് അധീനരായി തീർന്നു. ഏക മനുഷ്യനാൽ മരണവും, പാപം കൊണ്ട് മരണം, ഏക മനുഷ്യനാൽ പാപവും മരണവും ലോകത്തിൽ കടന്നു എന്ന് അപ്പോസ്തലൻ രേഖപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഓർക്കുക, ഒരു നല്ല മരണം പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നാം എല്ലാവരും ഒരു നല്ല മരണം പ്രാപിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ ദുർമരണം എന്നൊക്കെ പറയുന്നത് അപകടത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ അസ്വാഭാവികമായി മരിക്കുന്നതിനെയാണ് ദുർമരണം എന്ന് പറയുന്നത്. എന്നാൽ വേദപുസ്തകം ദുർമരണം അല്ലെങ്കിൽ മോശമായ മരണം എന്ന് പറയുന്നത് അപകടത്തിലോ അസ്വാഭാവികമായി മരിക്കുന്നതോ അല്ല, പിന്നെയോ പാപത്തിൽ മരിക്കുന്നതാണ്. വിവേകഹീനായ മനുഷ്യൻ മൃഗങ്ങൾക്ക് തുല്യരായി പാപത്തിന് മരിക്കുന്നതിനെയാണ് ദൈവവചനം മോശമായ മരണമായിട്ട് കാണുന്നത്. കാരണം അവൻ യാത്ര ചെയ്യുന്നത്, അവൻ്റെ ആത്മാവ് യാത്ര ചെയ്യുന്നത് നിത്യനാശത്തിലേക്കാണ്, ശിക്ഷാവിധിയിലേക്കാണ്. എന്നാൽ സങ്കീർത്തനം വളരെ വ്യക്തമായി പറയുന്നു, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്.
ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വിലയേറിയതാണ്. ഇപ്പം വിശ്വാസിയുടെ മരണം യഥാർത്ഥത്തിൽ ദൈവത്തിന് വിലയേറിയതായി മരിക്കുന്ന വ്യക്തിക്ക് ലാഭകരമായി തീരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഒന്ന് ഒരുക്കേണ്ടത് ആവശ്യമാണ്. കാരണം മനുഷ്യൻ എപ്പോഴാണ് ഇവിടുന്ന് മാറ്റപ്പെടുന്നതെന്ന് ആർക്കും നിശ്ചയമില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ജലപ്രളയത്തിന് ശേഷം മനുഷ്യരുടെ ആയുസ് 120 സംവത്സരമെന്ന് ദൈവം നിശ്ചയിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് നോക്കുമ്പോൾ സങ്കീർത്തനം 90-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം എന്നാണ്. പിന്നെയും കുറഞ്ഞു വരികയാണ്. എന്നാൽ 39-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4-5 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ മനുഷ്യൻ എത്ര ക്ഷണികനെന്ന് അവൻ അറിയുമാറാകട്ടെ. മാത്രമല്ല ആയുസ്സിനെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. വീണ്ടും താഴേക്ക് വരുമ്പോൾ കാണാം 5-ാമത്തെ വാക്യം, 39-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ ആകുന്നു. 62-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനുഷ്യൻ്റെ ആയുസ് ആകപ്പാടെ ഒരു ശ്വാസത്തേക്കാൾ ലഘുവാണെന്നാണ്. അപ്പോൾ ഒരു ശ്വാസം പോലും ഇല്ല മനുഷ്യൻ്റെ ആയുസ്സിനെന്നാണ് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏത് നിമിഷവും നമുക്ക് ഇവിടുന്ന് മാറ്റപ്പെടാം. ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കാം, ദീർഘായുസ് ആഗ്രഹിക്കാം. ദീർഘായുസ് എന്ന് പറയുന്നത് 90-100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നൊന്നുമല്ല. ഒരു മനുഷ്യനെ ദൈവം ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ പൂർത്തീകരിച്ച് സംതൃപ്തിയോടെ മരിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആയുസ്സിൻ്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്രകാരം പ്രാർത്ഥിക്കാം. സംതൃപ്തിയോടെ ഈ ലോകത്ത് നിന്ന് എൻ്റെ ജോലി തികച്ച് അതിന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യവും ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നുള്ള സംതൃപ്തിയോടെ എൻ്റെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഒരു സംതൃപ്തിയോടെ മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ആയുസ് ഇത്രയേ ഉള്ളൂ, ഒരു ശ്വാസത്തേക്കാൾ ലഘുവാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകളാണ് ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. സങ്കീർത്തനം 116-ന്റെ 15-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വിലയേറിയതാകുന്നു എന്നുള്ളതാണ്. അപ്പം മരണം ലാഭകരമാക്കണമെങ്കിൽ നാം ദൈവഭക്തരായി ജീവിക്കണം, ഭക്തിയുള്ളവരായിട്ട് ജീവിക്കണം. എന്താണ് ഭക്തി? ദിവസവും പള്ളിയിൽ പോകുക, പ്രാർത്ഥിക്കുക, എല്ലാ ആത്മീയ ശുശ്രൂഷകളിലും പങ്കെടുക്കുക, ഇതൊക്കെ ഭക്തിയുടെ പ്രകടനമാണ്. പക്ഷേ യഥാർത്ഥ ഭക്തി എന്താണെന്ന് യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ കളങ്കം കൂടാതെ സൂക്ഷിക്കുന്നതാണ് ഭക്തി എന്ന് യാക്കോബ് ശ്ലീഹ അവിടെ പഠിപ്പിക്കുന്നു. അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതാണ് ഭക്തി എന്ന് യാക്കോബ് ശ്ലീഹ അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥ ഭക്തരായി ജീവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം കളങ്കം കൂടാതെ സൂക്ഷിക്കണം, വിശുദ്ധമായി സൂക്ഷിക്കണം. അതാണ് ഒരു ഭക്തൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. മറ്റൊന്ന്, സഹജീവികളോട് കരുണയുള്ളവരായി, വേദനിക്കുന്നവൻ്റെ വേദനകൾ പങ്കുവയ്ക്കുന്നവരായി മാറണം. അപ്രകാരം മാറിയാൽ നിന്റെ മരണം, വ്യക്തമായി മനസ്സിലാക്കുക, ദൈവത്തിന് വിലയേറിയതാണ്, അത് ലാഭകരമാണ്. നമുക്ക് മനസ്സിലാക്കാം, മരണം ലാഭകരമാക്കിയ ഒരു വ്യക്തിയെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാരിൽ ഒരുവൻ, വലതുഭാഗത്തെ കള്ളൻ എന്ന് നമുക്ക് ഇപ്പോൾ പറയാം. കാരണം അങ്ങനെയൊക്കെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിൽ അങ്ങനെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഒരു ഭാഗത്ത് തൂക്കപ്പെട്ട കള്ളൻ ക്രിസ്തുവിങ്കിലേക്ക് നോക്കി ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് മശിഹ എന്ന് ഏറ്റുപറഞ്ഞ് ഞാൻ എൻ്റെ പാപത്തിന് ശിക്ഷയാണ് ഏൽക്കുന്നത്, ഇവനോ ഒരു പാപവും ചെയ്യാതെ ശിക്ഷ ഏൽക്കുന്നു എന്ന് ഏറ്റുപറയുകയും തൻ്റെ 2-ാമത്തെ വരവിങ്കൽ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്നുള്ള പ്രാർത്ഥന ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്തപ്പോൾ അവൻ്റെ മരണം ലാഭമായി തീർന്നു. കാരണം ക്രിസ്തു അവന് വാഗ്ദാനം നൽകി, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും.
ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന നിമിഷത്തിൽ മരണം ലാഭകരമാക്കിയ ഒരു വ്യക്തിയെയാണ് നമ്മളവിടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും മരണം ലാഭകരമാകണമെങ്കിൽ ക്രിസ്തുവിനെ ഏറ്റുപറയുകയും ക്രിസ്തുവിൻ്റെ യാഗം എൻ്റെ പാപത്തിൻ്റെ പരിഹാരമാണെന്ന് വിശ്വസിക്കുകയും ക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ പ്രാപിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് മരണം, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിൽ വീണ്ടും ജനിക്കണം. ക്രിസ്തു എന്നിൽ ജീവിക്കണം. ക്രിസ്തുവിൽ ഞാൻ വളരണം. അങ്ങനെ ജീവിക്കുന്നൊരു വ്യക്തിക്ക് മരണം ലാഭകരമാണ്. അതുപോലെ തന്നെ അപ്പോസ്തലൻ പറയുന്ന മറ്റൊരു വാക്യമാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യർ 2:20. അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട ഒരു അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് മരണം ലാഭകരമായിരിക്കും. ഇനിയും നമുക്ക് ഈ മരണം, വളരെ മോശമായൊരു മരണം ഏറ്റുവാങ്ങിയ 2 വ്യക്തികളെ ആദിമസഭയിൽ കാണാം. ആദിമസഭ എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരുടെ കൂട്ടമായിരുന്നു. മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്നിട്ട് അധികം കാലമായിട്ടില്ല, അടുത്ത തലമുറ പോലും ജനിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിൽ വളരെ ശിക്ഷ ഏറ്റുവാങ്ങിയ ഒരു മരണം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ കാണാം. നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും, പത്രോസിൻ്റെ മുമ്പിൽ തങ്ങളുടെ സ്വത്തുക്കൾ വിറ്റ് പണവുമായി വന്ന് പത്രോസിൻ്റെ കാൽക്കൽ വെച്ച ദമ്പതികൾ അനന്യാസും സഫീറയും, അവർ അവിടെ മരിച്ചു വീഴുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കും. മനോഹരമായൊരു ജീവിതം ആരംഭിച്ചതാ, ക്രിസ്തുവിനോട് കൂടെയുള്ളൊരു ജീവിതം ആരംഭിച്ചതാ, ക്രിസ്തുവിൽ വിശ്വസിച്ചവരാണത്, അപ്പോസ്തലന്മാരുടെ വാക്കുകൾ അനുസരിച്ചു. പക്ഷേ അവിടെ അവർ അവിശ്വസ്തത കാണിച്ചു. അവിശ്വസ്തതയുള്ള ജീവിതം ശിക്ഷിക്കപ്പെടുമെന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഇന്ന് അപ്രകാരം ഒരു ശിക്ഷ നമുക്ക് തൽസമയം ലഭിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ദൈവം കരുണ ചെയ്യുകയാണ്, ദൈവം നമ്മളോട് കരുണയുള്ളവനാണ്. പക്ഷെ ആദിമസഭയിൽ, സഭയുടെ ആരംഭത്തിങ്കൽ ഇത്തരത്തിലുള്ളൊരു ശിക്ഷ ആവശ്യമായതിനാലായിരിക്കാം, കാരണം തുടർന്നുള്ള സഭയുടെ വളർച്ചയ്ക്ക് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ വിശ്വസ്തതയെക്കുറിച്ച്, വിശുദ്ധിയെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം ലഭിക്കേണ്ടതിന് വേണ്ടിയിട്ടായിരിക്കാം ദൈവം പ്രകാരം ചെയ്തത്. അനന്യാസും സഫീറയും അവിടെ മരിച്ചു വീണു. നിർഭാഗ്യകരമായ ഒരു മരണം. ആ മരണം അവർക്ക് നഷ്ടമായിരുന്നു, ലാഭമായിരുന്നില്ല. ആ മരണം അവർക്ക് ലാഭകരമാക്കാമായിരുന്നു ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നിലനിന്നെങ്കിൽ. അപ്പോൾ വിശുദ്ധിയിലും വിശ്വസ്തതയിലും നിലനിന്നാൽ നമ്മുടെ മരണം ലാഭകരമാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. മോശയുടെ മരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മോശയെ ദൈവമാണ് കബറടക്കിയത്. മോവാബ് ദേശത്ത് ബെത്പെയോരിനരികെ അവിടെയാണ് മോശയെ ദൈവം അടക്കിയെന്ന് ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോശ തെറ്റ് ചെയ്തതാണ്, പാപം ചെയ്തതാണ്, കൊലപാതകം വരെ നടത്തിയതാണ്. പക്ഷേ ആ മോശയ്ക്ക് നല്ലൊരു മരണം ലഭിച്ചു. കനാനിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എങ്കിലും ദൈവം മോശയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ദൈവം തന്നെ ഇറങ്ങി വന്ന് മോശയുടെ കബറടക്കം നടത്തുകയും ചെയ്തു എന്ന് വചനം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്കറിയാം, സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം സൗമ്യനായ മോശ എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൗമ്യനായ മോശ, വിനയവും താഴ്മയുമുള്ള വ്യക്തി, ദൈവത്തെ അനുസരിക്കുന്ന മനുഷ്യൻ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി നമുക്കറിയാം, അതിൻ്റെ 26-ാമത്തെ വാക്യം ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്നുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിലെ സകല സമ്പാദ്യങ്ങളെയും സ്ഥാനമാനങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിനായി തൻ്റെ ജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തെരഞ്ഞെടുത്ത മോശ. ആ മോശയുടെ മരണം ലാഭകരമായിരുന്നു. ലോകത്തൊരു മനുഷ്യൻ ലഭിക്കാത്തതായ വലിയ സൗഭാഗ്യം മോശയ്ക്ക് ലഭിച്ചു. നമുക്ക് യൂദായുടെ ലേഖനം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം 9-ാമത്തെ വാക്യം, മോശയുടെ ആത്മാവ് ഉയരങ്ങളിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ആകാശത്തുള്ള സൈന്യങ്ങൾ, ദുഷ്ടാത്മസേനകൾ മോശയുടെ ആത്മാവിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചപ്പോൾ മീഖായേൽ മാലാഖ
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവരോട് പടവെട്ടി മോശയുടെ ആത്മാവിനെ കൊണ്ടുപോയി എന്ന് യൂദായുടെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര ഭാഗ്യകരമായ മരണമാണ്! അപ്പോൾ മരണം ലാഭകരമാക്കണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം. സ്ഥാനമാനങ്ങളെയും ഒരുപക്ഷെ വേണ്ടി വന്നാൽ സ്വന്തം ജീവിതത്തെ പോലും ത്യജിക്കുവാൻ ഒരുക്കമുള്ളവരായി ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറാകണം. സൗമ്യനായ ജീവിതം നയിക്കുന്ന ആ സൗമ്യതയുള്ള വ്യക്തികളെ ദൈവം ആദരിക്കുന്നു. അവർക്ക് മരണം ലാഭകരമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ലെന്ന് വളരെ വ്യക്തമായി യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തു. അപ്പോൾ മരണാനന്തരവും നമുക്കൊരു നിത്യജീവൻ ലഭിപ്പാൻ കർത്താവ് പറഞ്ഞ മാർഗം കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഇത്ര മനോഹരമായ വാഗ്ദാനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് മരണത്തെ നമുക്ക് സന്തോഷത്തോടെ നേരിടുവാൻ ദൈവം തന്നിരിക്കുന്ന ആയുസ് പൂർത്തീകരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ സ്വയം ആയുസ്സിനെ എടുക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. എത്രമാത്രം ത്യാഗത്തിലൂടെ കടന്നുപോയാലും സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ ആർക്കും അവകാശമില്ലെന്ന് ഓർത്തിരിക്കണം. ദൈവം തന്നിരിക്കുന്ന ആയുസ് പൂർത്തീകരിച്ച് പോകുമ്പോൾ ഇതാ സന്തോഷത്തോടെ ആ മരണത്തെ ഏറ്റുവാങ്ങാൻ, ഞാൻ അടുത്ത ലോകത്തിൽ നിത്യതയിൽ ഞാൻ ജനിക്കുകയാണ് എന്നുള്ള ബോധ്യത്തോടെ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് യഥാർത്ഥ ഭക്തരായി ജീവിച്ച് വിശുദ്ധിയിൽ വളർന്ന് ഇതാ ത്യാഗം സഹിച്ച് ദൈവസന്നിധിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മരണം വിലയേറിയതായി മാറുന്നു. ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വിലയേറിയതാണ്. നമ്മുടെ മരണം ലാഭകരമായി മാറുന്നു, അത് സന്തോഷകരമായി മാറുന്നു. അത് മറ്റൊരു ജീവിതത്തിലേക്കുള്ള വാതിലായി മരണത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലായി മറ്റൊരു സ്ഥലത്ത് ഞാൻ ജനിക്കുകയാണ് എന്നുള്ള ബോധ്യത്തോടെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടാൻ നമുക്കിടയായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കാട് നന്ദിയോടെ സ്തുതിക്കുന്നു. മരണം ഞങ്ങൾക്ക് ഭീതികരമാണ്. മരണത്തെ ഭയത്തോടെയാണ് ഞങ്ങൾ നേരിടുന്നത്. എന്നാൽ ഒരു വിശ്വാസിയുടെ മരണം സന്തോഷകരമാണെന്നും അത് ലാഭകരമാണെന്നും അത് നിത്യജീവനിലേക്കുള്ള പ്രവേശനത്തിലുള്ള വാതിലാണെന്നും ഞങ്ങളെ പഠിപ്പിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. ഒരു സന്തോഷകരമായി മരണം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ആയുസ് കർത്താവെ വിശ്വസ്തയോടെ ജീവിച്ച് ദൈവഭക്തിയിൽ ജീവിച്ച് സ്നേഹവും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ അനുഭവിപ്പാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കുമാറാകണമേ. സകല മഹത്വം തൃപാദങ്ങളിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.